സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നാം ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഒരു ദൗത്യവും നൽകിക്കൊണ്ടാണ്. ആ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. ഈശോ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അവരെ പഠിപ്പിച്ചു, പല ഭാഗത്തേക്ക് അയച്ചു. വീണ്ടും ഈശോ 72 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ ദൗത്യം ഏൽപ്പിക്കുന്നതായി നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ നാം കാണുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. ഈ ദൗത്യമാണ് 72 ശിഷ്യന്മാർക്ക് കർത്താവ് നൽകിയത്. ഞാൻ വിചാരിക്കുന്നത് ഈ 72 പേരിൽ നമ്മുടെ പേരും ഉണ്ടാകാം, നമുക്കറിയില്ല. എന്തായാലും ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഈ ദൗത്യം നിറവേറ്റാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ പേര് ദൈവത്തിൻ്റെ ആ ലിസ്റ്റിലുണ്ട്. ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്ന സ്ഥലത്ത് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട്, രോഗികളെ സുഖപ്പെടുത്തുവാനായിട്ട്, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനായിട്ട് ദൈവം നമ്മെ അയച്ചിരിക്കുകയാണ്. ഈ ദൗത്യം നിറവേറ്റിയാൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. അതെങ്ങനെ നിറവേറ്റുവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവം നമുക്ക് വലിയ സമ്പത്ത് നൽകിയിട്ടുണ്ട്. സമ്പത്തെന്ന് പറഞ്ഞാൽ ഭൗതികമായ സമ്പത്തുണ്ട്, ആത്മീയമായ സമ്പത്തുണ്ട്. ഭൗതികമായ സമ്പത്ത് പണം, ഭൂമി, വീട്, കെട്ടിടങ്ങൾ, വണ്ടി, ഇതൊക്കെ ഭൗതികമായ സമ്പത്താണ്. നമുക്ക് പലർക്കുമുണ്ട്. അത് വ്യത്യസ്തമായ രീതികളിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ആത്മീയമായ സമ്പത്ത് എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഭൗതിക സമ്പത്ത് എന്ന് വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. നമുക്കറിയാം, കോവിഡിൻ്റെ കാലത്ത് എത്രയോ പേരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അവരുടെ പണം നഷ്ടപ്പെട്ടു, അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം വളരെ മോശമായ രീതിയിലേക്ക് കടന്നു വന്നു. എന്നാൽ ആത്മീയമായ സമ്പത്ത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായ സമ്പത്താണ് വിശ്വാസം എന്നത്. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ബോധ്യവും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ഉറപ്പുമാണ്. ഇത് നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ന് വിശ്വാസം സംരക്ഷിക്കുവാനായിട്ട്, വിശ്വാസം ജീവിക്കുവാനായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്. ഞാൻ ഓർക്ക് ചെയ്തത്, ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. എന്താണെന്ന് വെച്ചാൽ, അത് ജായിറോസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഈശോ ജായിറോസിൻ്റെ മകളെ സുഖപ്പെടുത്തുവാനായിട്ട് പോകുന്ന അവസരത്തിൽ ഒരു രക്തസ്രാവക്കാരിയായ സ്ത്രീ അവളുടെ വിശ്വാസം കർത്താവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചാൽ സുഖം പ്രാപിക്കുന്നുള്ളതായിരുന്നു. ആരും അറിയാതെ കർത്താവിൻ്റെ വസ്ത്രത്തിൽ അവൾ സ്പർശിച്ചു, അവൾക്ക് സുഖം ലഭിച്ചു. അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ സ്പർശിച്ചത്? അപ്പോൾ സത്യം തുറന്നു പറഞ്ഞ ആ സ്ത്രീയോട് കർത്താവ് പറയുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ്. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്നും വിമുക്തിയായിരിക്കുക. അപ്പോൾ
നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുന്നത്. വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നാൽ മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. ആ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ വിശ്വാസത്തിൽ അകന്നു പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ദൃശ്യങ്ങളായവയിലാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അതാണ് മനുഷ്യനെ ആകർഷിക്കുന്നത്. അദൃശ്യങ്ങൾ പലപ്പോഴും മനുഷ്യനെ ആകർഷിക്കുന്നില്ല. കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അദൃശ്യങ്ങളിൽ ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസമില്ലെങ്കിൽ അദൃശ്യങ്ങളുണ്ടെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇന്ന് ഈ കാലഘട്ടത്തിൽ വിശ്വാസ പ്രതിസന്ധി നമുക്കെല്ലാവരും നേരിടുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ച് കുട്ടികളും ചെറുപ്പക്കാരും. അവിടെയാണ് കർത്താവിൻ്റെ വചനം വളരെ പ്രധാനപ്പെട്ടത്. വിശ്വസിക്കുക, നിനക്കെല്ലാം നന്മയ്ക്കായിട്ട് ഭവിക്കും. നാം ഈ ജൈറോസിൻ്റെ മകളെ സുഖപ്പെടുത്തുവാനായിട്ട് കർത്താവ് പോകുമ്പോൾ രണ്ടൊന്ന് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, ജൈറോസ് കർത്താവിനോട് പറയുന്നുണ്ട്, നീ വന്ന് എൻ്റെ മകളെ സുഖപ്പെടുത്തണം. അപ്പോൾ അവന് വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ മറ്റൊരു കാര്യം, കുറേ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ആളുകളൊന്ന് പറയുകയാണ്, ജൈറോസിന് പറയുകയാണ്, മകൾ മരിച്ചുപോയി, നീ ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട. അപ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ വാചകമാണത്, കർത്താവിൻ്റെ വചനമാണത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഭയപ്പെടേണ്ട. ആ സിനഗോഗ് അധികാരിക്ക് വേണമെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവേ എൻ്റെ മകൾ മരിച്ചുപോയി, ഇനി പൊക്കോ എന്ന് പറയാമായിരുന്നു. പക്ഷേ പറഞ്ഞില്ല. കർത്താവിലെ പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവിനെ വീണ്ടും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ തടസ്സങ്ങൾ നേരിട്ടു വിശ്വസിക്കുവാനായിട്ട്. പക്ഷേ ആ ജൈറൂസ് കർത്താവിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്, വീട്ടിൽ ആൾക്കാരെല്ലാം കൂടെ വിലപിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, കുട്ടി മരിച്ചുപോയി, പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നതെന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോഴും കർത്താവ് പറയുന്നുണ്ട്, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ അവനെ പരിഹസിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു, ബൈബിൾ പറഞ്ഞിരിക്കുന്നു. അപ്പം ഇങ്ങനെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും വിശ്വസിക്കുന്ന വ്യക്തികൾക്ക്. അപ്പോഴും ജൈറൂസ് പ്രതീക്ഷ നശിക്കാതെ കർത്താവിനെ അനുധാവനം ചെയ്യുകയാണ്. കർത്താവ് ആ കുട്ടിയുടെ മുറിയിൽ പ്രവേശിക്കുന്നു. അവിടെ മുറിയിൽ പ്രവേശിച്ചിട്ട് ആ കുട്ടിയോട് പറയുകയാണ്, ബാലികയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ കാണുന്നത്, വിശ്വസിക്കുന്നവർക്ക് പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ച് കർത്താവിൻ്റെ വചനം, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഭയപ്പെടേണ്ട. സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതുപോലെ പല സംഭവങ്ങൾ നാം കാണുന്നുണ്ട്. വീണ്ടും മറ്റ് വ്യക്തികളുടെ വിശ്വാസം മൂലം സൗഖ്യം നൽകുന്ന നാം കാണുന്നുണ്ട്. തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ ഈശോയുടെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് വീടിൻ്റെ മേൽക്കൂട് പൊളിച്ച് അതിലെ കൊണ്ടുവരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും കർത്താവ് പറയുന്നത്, നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു. അപ്പോൾ പാപം മോചിക്കാൻ അധികാരമുണ്ടോ എന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് തെളിവായിട്ട് എന്നോട് ഞാൻ പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസമാണ് ആ മനുഷ്യനെ സൗഖ്യം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വിശ്വാസം അടിസ്ഥാനമാക്കി ഉള്ള ജീവിതത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് വിശ്വാസ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ വിശ്വാസമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്നെ വിശ്വസിക്കുന്നു മരിക്കുകയില്ല, മരിച്ചാലും അവൻ നിത്യം ജീവിക്കും. അപ്പം നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം.
അപ്പോൾ വിശ്വാസമാണ് ഏറ്റവും വലിയ സമ്പത്തായിട്ട് നമുക്കുള്ളത്. ഈ വിശ്വാസം പരിശീലിപ്പിക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ കുടുംബങ്ങളിലാണ്. കുടുംബങ്ങളിൽ വിശ്വാസ പരിശീലനം നടത്തിയാൽ മാത്രമേ കുട്ടികൾ വിശ്വാസം വളരുകയുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾ മാത്രമേ വഴിതെറ്റിപ്പോകാതെ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന, ബൈബിൾ വായിക്കുക, അതോടൊപ്പം തന്നെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഉള്ള ഒരു ജീവിതം, ഇതൊക്കെയാണ് വാസ്തവം പറഞ്ഞാൽ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് ഉള്ള സാഹചര്യം മക്കൾക്ക് കൊടുക്കുന്നത് കുടുംബത്തിൽ. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് നല്ല വ്യക്തികൾ വളർന്നു വരുന്നത്. അങ്ങനെ നല്ല വ്യക്തികൾ വളർന്നു വന്നാൽ മാത്രമേ നമ്മുടെ സമൂഹവും സഭയും വളരുകയുള്ളൂ, നന്മയിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. സഭ ഏറെ സമ്പന്നയാണെന്ന് നാം എല്ലാവരും പറയും. ഭൗതിക സമ്പത്തല്ല വാസ്തവം പറഞ്ഞാൽ സഭയെ ശക്തിപ്പെടുത്തുന്നത്. വിശ്വാസം അടിസ്ഥാനപരമായ സമ്പത്താണെന്ന് നാം പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നാം ചിന്തിക്കുന്നത് ദൈവവചനമാണ്. സഭയ്ക്കുള്ള വലിയ സമ്പത്താണത്. കാരണം ദൈവവചനം ജീവൻ നൽകുന്നതാണ്, ശക്തി നൽകുന്നതാണ്. അത് തിന്മയിൽ നിന്നും മനുഷ്യരെ അകറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ സൗഖ്യം നൽകുന്നു. ഈ വചനത്തിൻ്റെ ശക്തിയാണ് വാസ്തവം പറഞ്ഞാൽ നമുക്ക് ജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള കവാടമായിട്ട് നിൽക്കുന്നത്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ വചനം പാലിക്കുന്നവൻ മരിക്കുകയില്ല, അവൻ നിത്യം ജീവിക്കും. അപ്പം ദൈവത്തിൻ്റെ വചനം, അത് നാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നവർ 1-ാം അധ്യായം വായിക്കുന്നത് പോലെ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനമാണ് മനുഷ്യനായി അവതരിച്ചത്. ഈശോ ഈ ലോകത്തിൽ ജീവിച്ച് തൻ്റെ ജീവിതവും തൻ്റെ പ്രവർത്തനവും വഴിയായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ അതിനുശേഷം ഈ ഈശോയുടെ ഈ പ്രവർത്തനങ്ങൾ, ഈശോയുടെ വചനങ്ങൾ, അതെല്ലാം കൂടെയാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ലഭിക്കുന്നത്, ബൈബിളിൽ ലഭിക്കുന്നത്. അപ്പോൾ ആദിയിലെ ദൈവത്തിൻ്റെ വചനമുണ്ടായിരുന്നു. ആ വചനം, എഴുതപ്പെട്ട വചനം നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ്. ഈ വചനം വായിക്കുന്നവർക്ക് നിത്യജീവിതത്തിൽ എത്തിച്ചേരും. വായിച്ചാൽ മാത്രം പോരാ, വചനം പഠിക്കുകയും വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക. എന്താണ് ഈ സുവിശേഷം? നല്ല വിശേഷം. എന്താണത്? ഇത്രയേ ഉള്ളൂ. ദൈവം സ്നേഹമാണ്. ദൈവം നമ്മുടെ പിതാവാണ്. ആ പിതാവിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. അപ്പം അതിൻ്റെ അർത്ഥം സ്നേഹമായിട്ടുള്ള പിതാവിനെ നമ്മൾ സ്നേഹിക്കണം. അതുപോലെ നാം പരസ്പരം സ്നേഹിക്കണം. ഈശോ കൽപ്പനകൾക്ക് വ്യാഖ്യാനമായിട്ട് പറഞ്ഞു, ഈ 10 കൽപ്പന രണ്ടിൽ സംഗ്രഹിക്കാം. എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശം. സുവിശേഷം ഇത് തന്നെയാണ്. അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടാണ് ഈശോ നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം അതേറെ ശക്തി നൽകുന്നതാണ്. അത് ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മാനസാന്തരത്തിൽ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണെന്ന് നമുക്കറിയാം. അത് അങ്ങനെയെങ്കിൽ വചനം വായിച്ച്, വചനം ധ്യാനിച്ച്, അതിനനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവർ. ഈ വചനം പങ്കുവയ്ക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ഒരു വചനം
ഒരു ദിവസം പഠിക്കണം. നമ്മൾ ഒരാഴ്ചയിൽ 7 വചനം പഠിക്കാൻ പറ്റും, ഒരു മാസം 30 വചനം പഠിക്കാൻ പറ്റും, ഒരു വർഷം 365 വചനം പഠിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ രൂപതയിലെ 365 വചനം എഴുതി അത് പഠിച്ച കുട്ടികൾ 60 പേരോളം ഒരുമിച്ച് കൂടിയിരുന്നു. ഏറെ സന്തോഷമുള്ള കാര്യമാണത്. കുട്ടികൾ ഏറെ സമ്പത്ത് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണത്. അതുകൊണ്ട് വീടുകളിൽ എല്ലാ ദിവസവും ഒരു വചനം, അത് കുട്ടികൾ മാത്രമല്ല, കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ നന്മയുണ്ടാകും. തിന്മയുടെ ശക്തികൾ അകന്നു പോകും. അവിടെ സൗഖ്യം ലഭിക്കും, ആത്മീയമായ ശക്തി ലഭിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അത് നമുക്ക് ഏറെ ശക്തിയും സമ്പത്തുമായിട്ടുള്ളതാണ്. ഈ വചനമാണ് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ ശക്തി, ദൈവം നൽകിയിരിക്കുന്ന സമ്പത്ത്, അത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന എന്നുള്ള ഈ സമ്പത്ത് അത് മറ്റാർക്കും ലഭിച്ചിട്ടില്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. കാരണം ഈശോ ലോകത്തിലേക്ക് വന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യർക്ക് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. പിതാവായ ദൈവത്തിൻ്റെ കരുണ പങ്കുവയ്ക്കുവാനാണ്. ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തിലൂടെ ഈശോ അത് മറ്റുള്ളവർക്ക് പങ്കുവച്ചു. ഈ ലോകത്തിൽ നിന്നും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് സമയമായപ്പോൾ അവിടുന്ന് അന്ത്യ അത്താഴ വേളയിലെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ആ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ അനാഥരായി വിടുകയില്ല, എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ വാഗ്ദാനം അത് പാലിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് സജീവനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഈ കർത്താവിനെ സ്വീകരിക്കുക, കർത്താവിനോട് കൂടെ ആയിരിക്കുക. ഇമ്മാനുവേൽ എന്നാണ് അറിയപ്പെടുന്നത് ഈശോ. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ എന്നുമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന എന്ന വലിയ സമ്പത്ത് അത് എത്രമാത്രം നാം സ്വീകരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ഈ കർത്താവിൻ്റെ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി തീരണം. ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട് മാത്രം പറ്റില്ല. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു, അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നാം നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിശുദ്ധ കുർബാനയാകുന്ന ഈ വലിയ സമ്പത്ത് അതെത്രമാത്രം പ്രാധാന്യത്തോടെ നാം അതിൽ പങ്കെടുക്കുന്നു, അത് സ്വീകരിക്കുന്നു, അതുപോലെ മറ്റുള്ളവരോട് ആ കാര്യം പറയുന്നു. നമുക്ക് അഭിമാനിക്കുവാൻ സാധിക്കുന്നു കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്നതിൽ. കാരണം ഈ സഭ നമ്മെ നിത്യജീവിതത്തിലേക്കാണ് നയിക്കുന്നത്. ഈ സഭയുടെ മക്കളെന്ന നിലയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്താണ് വിശ്വാസവും വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ കുർബാനയും. ഈ സമ്പത്ത് നാം എത്രമാത്രം കരുതലോടെ കൈകാര്യം ചെയ്യുന്നു, കരുതലോടെ സ്വീകരിക്കുന്നു, അതനുസരിച്ചാണ് നിത്യജീവിതത്തിൽ ചേരുവാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്കറിയാം, ഈശോ ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്തു. എന്തെന്ന് നമുക്കറിയാം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരാണ്. ആ യാത്ര ചെയ്തപ്പോൾ അവർ അവസാനം അവരുടെ വീട്ടിൽ പ്രവേശിച്ച് അത്താഴത്തിന് ഇരുന്നപ്പോൾ ഈശോ അപ്പമെടുത്ത് മുറിച്ചവർക്ക് കൊടുത്തു. പക്ഷേ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, ഈശോയെ കണ്ടില്ല. ഈശോ എവിടെയായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ. അപ്പം ഇന്ന് അദൃശ്യനായ ഉദ്ധിതനായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കാരണം ഉദ്ധിതനായ കർത്താവ് അക്ഷയം, ലഘുത്വം, മഹിമ, ദീപ്തി എന്നീ ഗുണങ്ങളോടെയാണ് ഉദ്ധിതനായത്. അതുകൊണ്ട് അദൃശ്യനായ ദൈവിക സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ശക്തി സംഭരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നവർ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടുന്നു.
നിത്യജീവിതത്തിന് അർഹരായിത്തീരുന്നു. നമ്മുടെ ജീവിതം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കിയിട്ട് ഇവിടെ കഴിയാനുള്ളവരല്ല, നാം നിത്യജീവിതത്തിൽ ചേരേണ്ടവരാണ്. അതിനുള്ള മാർഗങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് സ്വീകരിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കപ്പെട്ട് നിത്യസമ്മാനത്തിന് അർഹരാകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ എന്നെ ശ്രമിക്കുന്ന എല്ലാവരും നിത്യജീവിതത്തിൽ ചേർന്ന് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.